نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മളെ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കളെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിന്റെ അറബിന്റെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ പറയാൻ പോവാണ്. റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ഈ സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, സാറ് പറയുന്ന ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അതിലൊരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ആ കൂട്ടത്തിൽ നിങ്ങളെ മിസ്സുമാരും അതേപോലെ തന്നെ സാറുമാരൊക്കെ പറയുന്ന കാര്യങ്ങളും കൂടെ ആ കൂട്ടത്തിൽ പഠിക്കണം കേട്ടോ. ഓക്കെ, റെഡിയാണ്? അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? കൂടുതൽ ഒന്നും വൈകിപ്പിക്കുന്നതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ നിങ്ങൾ? ഓണപരീക്ഷയിൽ നമുക്ക് എല്ലാ വിഷയത്തിലും നമ്മൾ ഫുൾ മാർക്ക് വാങ്ങണേ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൂടെ ഇങ്ങനെ നമ്പർ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യുന്ന ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സാറിന് വീഡിയോ ഒരു ലൈക്ക് ഇങ്ങനെ ലൈക്ക് എങ്ങനെയാണ് ഇടുക, അങ്ങനെ എന്തുപോലെ ആക്കിയിട്ട് ഒരു ഇങ്ങനെ അതിന്റെ മുകളിൽ ഞെക്കിയൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വരും. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സെറ്റ് ആക്കണം. ഓക്കെ, തുടങ്ങുകയാണ് നമ്മൾ. ആദ്യം തന്നെ ഉമ്മി മാജുമലഹ തആല എന്ന് പറയുന്ന പാഠം വേഗം പറഞ്ഞു പോവേ. നമ്മൾ ഇതിന്റെ റിവിഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. എല്ലാ വിഷയങ്ങളുടെയും ഇമ്പോർട്ടന്റ് പാർട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ, എല്ലാ സംഭവം നമ്മുടെ ചാനൽ ഉണ്ടാവുക, നിങ്ങൾ കാണണം. ഇതിന്റെ റിവിഷൻ ഓൾറെഡി നമ്മൾ എടുത്തതാണ്, അതുകൊണ്ട് തന്നെ വേഗം പറഞ്ഞു പോകും. ഓക്കെ, സെറ്റ് ആണല്ലോ? റെഡി, നമ്മൾ നേരെ പോവാണ്. അപ്പൊ ഒന്നാമതായിട്ട് ഇവിടെ ഉമ്മി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരു അസദിനെ കാണുന്നുണ്ട്, ഹറൂഫിനെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, അസദിനെയും ഹറൂഫിനെയും ഒക്കെ നമുക്കറിയാം, ഒന്നും പറയണ്ട അല്ലെ. അതൊക്കെ കഴിഞ്ഞ് അന അസദിലെ, ഞാൻ അസദാണ്. മൻ എന്ന് ചോദിച്ചാൽ ആര്, അത് നമുക്കറിയണടാ മക്കളെ. പരീക്ഷ കടുവേ വന്നു കഴിഞ്ഞാലോ മൻ എന്ന് ചോദിച്ചാൽ ആരാ? ആര്, മൻ ആര്. റെഡി, അത് കഴിഞ്ഞ് നേരെ പോവാണ്. ലിമതബിക്കി ഉമ്മി അബി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ഉമ്മുക്ക ഫിൽ ബൈത്ത് അല്ലെ, വീട്ടിൽ. ഫിൽ ബൈത്ത് എന്ന് ചോദിച്ചാൽ എന്താ? വീട്ടിൽ അല്ലെ. ഫിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ, ചോദിച്ചാലല്ല, പറഞ്ഞാൽ വീട്ടിൽ. ഫിൽ മദ്രസ, സ്കൂളിൽ. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ അല്ലേ? സെറ്റ്. അത് കഴിഞ്ഞ് നേരെ പോവാണ് നമ്മള്. വേഗം പറഞ്ഞു പോയാ, പെട്ടെന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. അസദ് കണ്ടോ നിങ്ങൾ? അസദ്. ഈ അസദ് എന്നുള്ളത്, ഇത് അസദ് എന്ന് മാത്രം തന്നിട്ട് ആ നമ്മളോട് എഴുതാൻ വേണ്ടി പറയും, അങ്ങനെ വരും. അപ്പൊ ഈ ഒരു സംഭവം അസദ് എന്ന് എന്റെ മക്കൾ എന്തായാലും എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ്. അത് കഴിഞ്ഞ് കണ്ടോ, ഇതൊക്കെ അസദ് ഉണ്ട്. പിന്നെ ആ ഒക്കെ എഴുതാൻ പറയുന്നത് ഇതേപോലെ തരും. ഇതേപോലെ തന്നിട്ട് അസദ് അല്ലേ, ആ ഇ ഊ എന്നൊക്കെ പറയും അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഏതാണ് ഇവിടെ യോജിപ്പിക്കേണ്ടത് അത് കറക്റ്റ് യോജിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ എഴുതണം. അതാണ് സെറ്റ് ആണോ? സെറ്റ്. ഇതൊക്കെ അറിയുന്നതാണോ മക്കളെ, ചക്കര മക്കളെ? വേഗം പറഞ്ഞു പോകും, ഞാൻ വേഗം പറഞ്ഞു പോകും. ഇവിടെ നോക്കൂ, ബിർക്ക നോക്കാം. ബിർക്കൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബുൽബുലും ബിർക്ക. മക്കളെ ഇത് നോക്കടാ, ഇതെന്തായാലും പഠിക്കണം. ബൈത്ത് പഠിക്കണം, ബിർക്ക പഠിക്കണം, ബുൽബുല് പഠിക്കണം. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടാണ്, ബിർക്ക എന്ന് പറഞ്ഞാൽ അല്ലെ നമുക്കറിയാം തടാകമാണ്, ബുൽബുൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബുൽബുൽ പക്ഷിയാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇത് പരീക്ഷയ്ക്ക് വരും. ചിത്രങ്ങൾ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാനോ അങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. കണ്ടടാ, ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ആ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത അക്ഷരങ്ങൾ എന്തായാലും പഠിക്കണം, അത് നിർബന്ധം. ആ പരീക്ഷയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാർക്ക് ചെയ്തിട്ട് അവർ ചോദിക്കും അങ്ങനെ മുടി റെഡി, അതങ്ങനെ നിൽക്കും കേട്ടോ. സെറ്റ്. നേരെ പോവാണ്. ബൈത്ത് അതൊക്കെ കഴിഞ്ഞ് ബീബു ഒക്കെ നമുക്കറിയാം. ഇത് നേരത്തെ നമ്മൾ അസദിന്റെ എഴുതിയതുപോലെയുള്ള സംഭവമാണ്. ബുൽബുലിൻ്റെത് അസദിന്റെ എഴുതിയതുപോലെ ബുൽബുലിന്റെ എന്ത് ചെയ്യും, നമുക്ക് എഴുതി കൊടുക്കാം. സിമ്പിൾ ആണ്. ഇവിടെ എന്ത് എഴുതി കൊടുക്കും, നമ്മൾ ഇവിടെ ബൂ എന്ന് എഴുതി കൊടുക്കും. ബുൾബുൾ നമുക്കറിയാം. സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇത് എന്തായാലും പഠിക്കണം. ഇത് എന്താന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇത് റുമ്മാനാണ്, ഇത് തുഫാഹാണ്. റുമ്മാനാണ്, തുഫാഹാണ്. സെറ്റാണോ? റുമ്മാൻ ഇവിടെ ഉണ്ട്, തുഫാഹ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡിയാണ്. സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പോകാണ്. നമ്മൾ എങ്ങോട്ടോ പോകാണ്. എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തആലൊക്കെ പറയുന്നുണ്ട്. ഉമ്മി അൽഹംദുലില്ലാ പറയുന്നുണ്ട്. കണ്ടോ, സ്വബാഹൽ ഖൈറും സ്വബാഹൻ നൂറും. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. സ്വബാഹൽ ഖൈർ എന്ന് തരും. എന്നിട്ട് അതിന്റെ അടിയിൽ നിങ്ങളോട് എഴുതാൻ പറയും. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കണം. എന്ത്? സ്വബാഹൻ നൂർ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂലേ? എന്തോ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൂടെ. സ്വബാഹൽ ഖൈർ എന്ന് പറഞ്ഞ സ്വബാഹൻ നൂർ അവിടെ ഉണ്ടാവും, മോളിൽ ഉണ്ടാവും. അത് നോക്കി ഇങ്ങോട്ട് എഴുതിയാൽ മതി. പക്ഷെ അത് നോക്കി എഴുതണമെന്നുണ്ടെങ്കിൽ അത് അറിയണം, അതാണ് എഴുതേണ്ടത് എന്നുള്ളത് അല്ലേ? സെറ്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് അറിയാം.
കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ്. ഇത് കണ്ടോ, ഹാദാ അഖി, ഇത് എന്റെ ബ്രദർ ആണ്. ദിസ് ഈസ് മൈ ബ്രദർ ഹാദാ അഖി ല്ലേ. പിന്നെയോ ഹാദിഹി ഉഖ്തി, ദിസ് ഈസ് മൈ സിസ്റ്റർ. ഇതൊക്കെ നമുക്ക് അറിയാം ഇല്ലേ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. തംബ്ര, ബബായ, അനാനസ് പഠിച്ചോളൂ. ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഉണ്ടോ, താ, ബ, ആ. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. താ നമുക്കറിയാം, ബ നമുക്കറിയാം, ആ അല്ലെ, അലിഫ് നമുക്കറിയാം, ആ ഇ ഉ, താത്തീതു, ബാബീബു അല്ലെ. തംബ്ര എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം, ബബായ എന്ന് പറഞ്ഞാൽ പപ്പായ, അനാനസ് എന്ന് പറഞ്ഞാല് അനാനാസ് എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക. സെറ്റല്ലേ, റെഡി. അത് കഴിഞ്ഞ നേരം നമ്മൾ പോകുന്നു മഅസ്സലാമ ഇലൽ ലിഖാ ഇല്ലേ, ബാബായ് പറയും, ബൈ ഇല്ലേ. അത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് വെച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ തരും, ഇങ്ങനെ തന്നെ തന്ന് നമ്മളോട് എഴുതാൻ വേണ്ടി പറയും. അബ് എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്, ഉമ്മ എന്ന് പറഞ്ഞാൽ മദർ ആണ്, അഹ് എന്ന് പറഞ്ഞാൽ ബ്രദർ ആണ്, ഉഖ്ത് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ആണ്. ഇത് നമുക്ക് അറിയണം കേട്ടോ. ഇത് പഠിക്കാൻ നിർബന്ധം എന്ന് വെച്ചാൽ നിർബന്ധം പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നു. ബൗ യെസ്, ഹലീബ് കണ്ടോ. കൽബ്, ഹലീബ്. കൽബ് എന്ന് പറഞ്ഞാൽ ഡോഗാണ്. ഹലീബ് എന്ന് പറഞ്ഞാൽ പാലാണ് കേട്ടോ. കെൽബിന്റെ കാഫ് കണ്ടോ, ഹലീബിന്റെ ഹാ കണ്ടോ അല്ലെ. കെൽബ് എന്ന് പറഞ്ഞാല് ഡോഗാണ്, ഹലീബ് എന്ന് പറഞ്ഞാൽ പാലാണ്. ഇത് പഠിക്കൽ നിർബന്ധമാണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ മക്കളെ. ഓക്കെ, സെറ്റ്. നമ്മൾ പോകാണ്. ഇതേപോലൊക്കെ തരും, കിതാബ് തരും, ചെക്കിൽ തരും, ദീക്ക് തരും. എന്നിട്ട് ഇതിലുള്ള റൗണ്ട് ചെയ്യാൻ പറയും, കാഫ് റൗണ്ട് ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇത് നോക്കൂ, ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി പറയും നിങ്ങളോട്. കാഫുള്ള വാക്കുകൾ ഏതാ യോജിപ്പിക്കാൻ വേണ്ടി പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നു. അങ്ങനെയൊക്കെ ഹാന്റെ ഒക്കെ പറഞ്ഞു അല്ലേ. റെഡി. കണ്ടോ, ഇമ്പോർട്ടന്റ്. കണ്ടോ, സമക്ക്, സൂസ്. സമക്ക് എന്ന് പറഞ്ഞാൽ ഫിഷ്. സമക്ക് മക്ക് തന്നിട്ട് സാ എഴുതാൻ പറയും. അതുപോലെ സ് തന്നിട്ട് സൂ എഴുതാൻ പറയും കണ്ടോ. അപ്പൊ ഇത് എന്തായാലും പഠിക്കണം അല്ലെ. സമക്ക് ഫിഷ്, സൂസ് കോഴിക്കോട്ടെ, അവക്കറിയാം. അത് കഴിഞ്ഞു, നമ്മൾ പോകുന്നു. ഇതേപോലെയൊക്കെ പരീക്ഷയ്ക്ക് വരെ അതൊക്കെ നോക്കണേ. അവിടെ നമുക്ക് അറിയാം അല്ലെ. ഇവിടെ നോക്കൂ, അന ഹമാമ, ഞാൻ പ്രാവാണ്. അന ഖിത്ത്, ഞാൻ പൂച്ചയാണ്. അന അസദ്, ഞാൻ സിംഹമാണ്. അന റുമ്മാൻ, ഞാൻ റുമ്മാനാണ്. അന ബുൽബുൽ, ഞാൻ ബുൽബുലാണ്. അന തുഫാഹ്, ഞാൻ തുഫാഹാണ്. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ. ഓക്കെ, റെഡി. അന ദീക്ക് കണ്ടോ. ദീക്ക് എന്ന് പറഞ്ഞാൽ പൂവൻകോഴി, ദജാജ എന്ന് പറഞ്ഞാൽ പെടക്കോഴി. ഇത് പഠിക്കണേ, ഏതാ ഇവിടെ ഉണ്ടാവും കേട്ടോ. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹമാമ എന്ന് പറഞ്ഞാല് പ്രാവ് അല്ലെ, പ്രാവിനാണ് ഹമാമ. ഖിത്ത് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ദജാജ എന്ന് പറഞ്ഞാല് പിടക്കോഴിയാണ്. ദീക്ക് എന്ന് പറഞ്ഞാല് പൂവൻകോഴിയാണ് അല്ലെ. പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടോ നിങ്ങൾക്ക്? ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്റെ പേര് അടിച്ചു നോക്കിയാൽ ഷമീൽ തറോൽ, എന്റെ പേര് ഷമീൽ തറോൽ. ആ അടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്നെ കാണാം. എന്റെ ഫോട്ടോ പിന്നെ റീലൊക്കെ ഉണ്ടാവും, അതിനകത്ത് ലൈക്കൊക്കെ ഉണ്ട്, നമ്മൾ പറ്റും. റെഡി. അത് കഴിഞ്ഞ നേരം നമ്മൾ പോകുന്നു കണ്ട. ബലൂണിന്റെ ഒക്കെ കൊടുത്ത് അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ ചെയ്താണ് അല്ലെ. ഇത് നമുക്ക് നോക്കൂ, ഇതൊക്കെ നമ്മൾ ചെയ്താണ്. കഴിഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഇവരെ കൊണ്ടുപോവാണ് അല്ലെ. ഹാദിഹി ബഖറ, ഹാദിഹി ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ എന്താ? ബഖറ എന്ന് പറഞ്ഞാൽ ആരാ? ബഖറ എന്ന് പറഞ്ഞാൽ ഇയാളാണ്, പശുവിനാണ് ബഖറ എന്ന് പറയാം അല്ലെ. കൗനാണ് എന്ത് പറയാ, ബഖറ എന്ന് പറയാം. നമുക്കറിയാം അല്ലെ. നമുക്കറിഞ്ഞൂടാ, എനിക്കറിയാം. അത് കഴിഞ്ഞ് ഹായ് ബബ്ആ അല്ലെ. ബഖറ പഠിച്ചു. ബബ്ആ എന്ന് പറഞ്ഞാൽ ആരാ? പാരറ്റ് ആണ് അല്ലെ. പാരറ്റിനാണ് ബബ്ആ എന്ന് പറയാ. തത്തക്ക്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാ അല്ലെ, നമ്മൾ പഠിച്ചല്ലേ. അത് കഴിഞ്ഞ് നേരെ പോവാണ്. കെബിസ് എന്ന് പറഞ്ഞ ആരാണ്? ആടാണ്, നമുക്കറിയാം അല്ലെ. ഇവിടെ നോക്കൂ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബഖറ, ബബ്ആ അല്ലെ. ബബ്ആ, കെബിസ് അല്ലെ. ഇവിടെ ആടിനെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അത്തമ്മനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പശുവിനെ കൊടുത്തിട്ടുണ്ട്. ബഖറ എന്ന് പറഞ്ഞാൽ പശു, ബബ്ആ എന്ന് പറഞ്ഞാൽ പാരറ്റ്, കെബിസ് എന്ന് പറഞ്ഞാൽ ആട് അല്ലെ. കഴിഞ്ഞു. അത് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു.
ഇവിടെ ഒരു ബത്വയെ കാണുന്നത്. ബത്വ എന്ന് പറഞ്ഞ ആരാന്നറിയോ? ബത്വ എന്ന് പറഞ്ഞ ആരാ? ക്വാക്ക് 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 എന്ന് പറഞ്ഞു പോകുന്ന ആളില്ലേ, അയാളാണ് ബത്വ. ആരാണ് അയാള്? അയാളാണ് താറാവ്. താറാവിനാണ് ബത്വ എന്ന് പറയാ, താറാവ്. അത് കഴിഞ്ഞ് നോക്കൂ, ഹാദാ സ്വദീഖി. എന്ന് പറഞ്ഞ ആരാ? തളവ. തവളക്കാണ് എന്ന് പറയാ. അപ്പൊ ബത്വ നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കണം കേട്ടോ. ലഫ്ദും ബത്വയും നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ബത്വ ലഫ്ദ കേട്ടോ. ബത്വ എന്ന് പറഞ്ഞാല് താറാവാണ് അല്ലെ, ലഫ്ദ എന്ന് പറഞ്ഞാല് തവളയാണ്. നമുക്കറിയാം, ഇത് രണ്ടും പഠിക്കണേ. ലഫ്ദ അല്ലെ, ലഫ്ദ ഈ അക്ഷരം അറിയാലോ ഇല്ലേ? നോക്കൂ, തവളയെ നോക്കൂ, ബത്വയെ നോക്കൂ, താറാവിനെ നോക്കൂ, ബത്വയെ നോക്കൂ. അത് കഴിഞ്ഞതാ ഇവിടെ എഴുതാനുണ്ട്, എഴുതാനുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ എഴുതി കൊടുത്തതാണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതാണ് അല്ലെ. ഇനി നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. മിളറബി യോജിപ്പിക്കാം, യോജിപ്പിക്കാം, ഇത് യോജിപ്പിക്കാം, ഇത് യോജിപ്പിക്കാം അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന അല്ലെ. ഇനി നോക്കൂ, സമക്ക്. എന്താ സമക്ക് എന്ന് പറഞ്ഞാല്? സമക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സമക്ക് എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് അല്ലെ. കം എത്ര? മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. 3 വരെ എന്റെ മക്കൾക്ക് എണ്ണാൻ അറിയണം എന്നുള്ള കാര്യം ഉറപ്പാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് എന്തായാലും അറിയാം. വാഹിദ് ഇസ്നാൻ സലാസ. വാഹിദ് ഇസ്നാൻ സലാസ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ. എണ്ണാനുള്ളത്, ഈ എണ്ണത്തിന്റെ കാര്യം പരീക്ഷക്ക് വരും എന്ന് ഉറപ്പാ, പഠിച്ചോളി. വാഹിദ് എന്ന് പറഞ്ഞാൽ 1, ഇസ്നാൻ എന്ന് പറഞ്ഞാൽ 2, സലാസ എന്ന് പറഞ്ഞാൽ 3. വാഹിദ് എന്ന് പറഞ്ഞാൽ 1, ഇസ്നാൻ എന്ന് പറഞ്ഞാൽ 2, സലാസ എന്ന് പറഞ്ഞാൽ 3. ഓക്കെ ആണോ? വാഹിദ് എന്ന് പറഞ്ഞാൽ 1, ഇസ്നാൻ എന്ന് പറഞ്ഞാൽ 2, സലാസ എന്ന് പറഞ്ഞാൽ 3. സെറ്റ് അല്ലേ? ഓക്കെ ആണ് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഇവിടെ നോക്കൂ, ഇവിടെ അവരോട് എഴുതാൻ വേണ്ടി കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വാഹിദിന്, ഇസ്നാന്, സലാസക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കളർ കൊടുക്കണം അല്ലെ. അതൊക്കെ നമുക്കറിയാം, നമ്മൾ കളർ കൊടുക്കും അല്ലെ. കളർ കൊടുക്കും. നുലവിന് പിന്നെ ഇത് നമ്മളോട് യോജിപ്പിക്കാൻ വേണ്ടിയും പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ വാഹിദ് ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കും, സലാസ ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കും അല്ലെ. ഇങ്ങനെയൊക്കെ വരും കേട്ടോ പരീക്ഷക്ക്, ഇങ്ങനെയൊക്കെ പരീക്ഷക്ക് വരും. ഈ എണ്ണം എന്ന് പറയുന്നത് മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. യെസ്. അത് കഴിഞ്ഞിടാ നമ്മൾ നേരെ പോവാണേ, അടുത്തതിലേക്ക് പോവാണ്. ഇത് നമ്മളോട് നോക്കൂ, ഇതേപോലെയും വരാം. നോക്കൂ, ബദ തന്നിട്ടില്ലേ, ബദ യോജിപ്പിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞോ. റഖസ തന്നിട്ട് കണ്ടോ, അതാ റഖസ കൂട്ടി എഴുതിയത് ദറസ് അല്ലേ. അതുപോലെ നോക്കൂ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലടാ, നോക്കി അങ്ങോട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ആയിട്ട് വലിയ സംഭവം ഒന്നല്ല. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ എണ്ണം എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് നേരെ ആക്ടിവിറ്റി ബുക്കിലേക്ക് പോകാം. ആക്ടിവിറ്റി ബുക്ക് പാടാ. ആക്ടിവിറ്റി ബുക്ക് എവിടെ പോയി? യെസ്, ആക്ടിവിറ്റി ബുക്ക്. യെസ്. ആക്ടിവിറ്റി റെഡി. ആക്ടിവിറ്റി ബുക്കിലടാ, ആക്ടിവിറ്റി ബുക്കിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇതേപോലെ സംഭവങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടല്ലേ. ബുക്ക് നോക്കണേ. ഇങ്ങനെ തരൂടാ, ഇങ്ങനെ തന്നിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ? ആസദിനെ യോജിപ്പിക്കാൻ പറഞ്ഞാൽ യോജിപ്പിച്ചു കൊടുത്തൂടെ? സിമ്പിൾ അല്ലേ? ഓക്കെ, റെഡി. ആഹാ, കഴിഞ്ഞു. ആസദിന്റെ ആയി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുവേ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വരും പരീക്ഷയ്ക്ക്, ഇത് വരും ഇമ്പോർട്ടന്റ്. ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടി വരും. ഇതാ ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, ഇത് സെറ്റ് ആണോ? സെറ്റ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നു. ബൈത്തൊക്കെ പഠിച്ചു. ഇതും വരും. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ 2 അക്ഷരങ്ങൾ വിട്ടുപോയിട്ട് അക്ഷരങ്ങളാണ് ഇവിടെ താവും ബാവും വിട്ടുപോയിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയണം? അത് എവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറയണം. നമുക്ക് എഴുതി കൊടുക്കാം. സെറ്റ് ആണോ? സെറ്റ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നു. തംബ്ര നമ്മൾ പഠിച്ചു അല്ലെ. റായിന്റെ പഠിച്ചു. പിന്നെ റുമ്മാനാണ്, റുമ്മാന്റെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ. പിന്നെ ആ യു ബാബി ബൂ എന്നൊക്കെ പറഞ്ഞ് ഫത്തവും കസറും. ഇത് കണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കണ്ടോ? ആദ്യത്തെ അക്ഷരം എഴുതി കൊടുക്കാൻ. ബൈത്തിന്റെ ആദ്യത്തെ അക്ഷരം എഴുതി കൊടുത്തു, തംബ്രിന്റെ ആദ്യത്തെ അക്ഷരം എഴുതി കൊടുത്തു, അനാനസിന്റെ ആദ്യത്തെ അക്ഷരം, ബുൽബുളിന്റെ ആദ്യത്തെ അക്ഷരം. ഇതൊക്കെ ആദ്യത്തെ അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് പഠിക്കൽ നിർബന്ധം. അതൊക്കെ കഴിഞ്ഞ് നേരെ അടുത്തത് നോക്ക്. അടുത്തത് ഇതേപോലെ നമ്മളോട് യോജിപ്പിക്കാൻ വേണ്ടി പറയും. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ, അതേ സെയിം സാധനം തന്നെ കേട്ടോ മക്കളെ. അത് കഴിഞ്ഞത് അത് നോക്കൂ. മൻ ആരാണ്? ഇത് അബാണ്, ഉഖ്താണ്, ഉമ്മാണ്, അഹാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കൽബിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇവിടെ കണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്തതാ. ഓരോ അക്ഷരത്തിന്റെ ആ ഒരു വാക്കുകൾക്ക് നേരെ ഹാക്ക് ഇത് യോജിപ്പിച്ചു കൊടുത്തു, കാഫിന് ഇത് യോജിപ്പിച്ചു കൊടുത്തു. ഓരോ അക്ഷരത്തിന് നേരെ വരുന്ന നമ്മൾ അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. പിന്നെ ശരീര കട്ടിലിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു, സമക്കിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു.
അല്ലെ? ഇതൊക്കെ നമ്മളെ സൂസിന്റെ ഒക്കെ നമുക്ക് അറിയാം, തെത്തിന്റെ അറിയാം. ഇത് വരൂടാ, ഇങ്ങനെ വരും ബലൂൺ യോജിപ്പിക്കാൻ വേണ്ടിട്ട്. ഇതുണ്ടോ അല്ലെ? കെറുദിന്റെ ബലൂൺ നമ്മൾ എന്തിനു നേരെ യോജിപ്പിക്കും? കൈക്ക് നേരെ യോജിപ്പിക്കും അല്ലെ? പിന്നെ കുറുത്ത് അതിന്റെ കൂക്ക് നേരെ യോജിപ്പിക്കും. ബക്കറന്റെ നമ്മൾ കാക്ക് നേരെ യോജിപ്പിക്കും അല്ലെ? റുമ്മാന്റെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരികയാണ്. റുമ്മാൻ, റൂ ഇവിടെ തന്ന് ഒരു ബലൂൺ തന്നു, നമ്മൾ റൂവിന് നേരെ അല്ലേ നമ്മൾ യോജിപ്പിക്കുക അല്ലെ? ഇതേപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണെടാ. ഇത് വരും പരീക്ഷ, ഈ സാധനം വരും. അത് കഴിഞ്ഞ് കലമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? പിന്നെ ജാജ പഠിക്കുന്നുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇതൊക്കെയാണോ വഫ്ദ നമുക്കറിയാം. പിന്നെന്താ അന അസദ്, ഇതെന്താ അന ഖൈത്ത് എന്നായിരിക്കും ഇത് പറയാ അല്ലെ? അന ഖൈത്ത് എന്നാ പറയാ, അന കൽബ് എന്ന് പറയും, അന ദജാജ എന്ന് പറയും, അന ദീക്ക് എന്ന് പറയും അല്ലെ? ഇതൊക്കെ പറയും അല്ലെ? ഇതാരാ? പാരറ്റ് ആണ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്തല്ലേ, ബബു ആണ്, സൂസാണ്, ബക്കറയാണ് അല്ലെ? പിന്നെയോ ഹമാമയുണ്ട്, ഇതോ സമക്കാണ്, ഇത് കബിശാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കണടാ മക്കളെ, ഇത് ഫുള്ള് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവിടെ അസദ് താഴെ എഴുതി കൊടുക്കാൻ, ദീക്ക് എഴുതി കൊടുക്കാൻ, പിന്നെന്താ സമക്കിന് എഴുതി കൊടുക്കാൻ, ഇവിടെ സൂസിന് എഴുതി കൊടുക്കാൻ, കെൽബിന് എഴുതി കൊടുക്കാൻ, കബിഷിന് എഴുതി കൊടുക്കാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. പിന്നെടാ മക്കളെ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് പറഞ്ഞത് അല്ലെ? വാഹിദിനെ നേരെ വരച്ചു കൊടുക്കാം, ഇതിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇസ്നാൻ എന്ന് പറഞ്ഞാൽ 2, അതിലേക്ക് നേരെ വരച്ചു കൊടുക്കുക. സലാത്ത എന്ന് പറഞ്ഞാൽ 3, അതിലേക്ക് നേരെ വരച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കണ്ടോ? വാഹിദ്, ഇസ്നാൻ, സലാത്ത. ഇത് നിർബന്ധമാണ്, പഠിക്കൽ നിർബന്ധമാണ്. ഇതും അതുപോലെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് പറയുന്നുണ്ട് നമ്മൾ. പക്ഷെ 3 വരെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയണം. 3 വരെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അറിയണം 3 വരെ. വാഹിദ്, ഇസ്നാൻ, സലാത്ത്. അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. പിന്നെ നിങ്ങൾ സാർമാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യും. അതൊക്കെ കണ്ട് സെറ്റ് ആക്കിയിട്ട് ഫുൾ മാർക്ക് നിങ്ങൾ എല്ലാവരും സ്കോർ ചെയ്യണം. കുറച്ച് കാര്യങ്ങളെ അറബി പഠിക്കാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വാഹിദ്, ഇസ്നാൻ, സലാത്ത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ മൃഗങ്ങളുടെ പേര്, പക്ഷികളുടെ പേര്, കുറച്ച് ഫ്രൂട്ട്സിന്റെ പേര്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കുറച്ച് അത് മാത്രം കൊണ്ട് പഠിച്ചു കൊടുത്താൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. സെറ്റ് ആണോ? അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വേണ്ടി എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാൻ മതി. താഴെ ലൈക്ക് ബട്ടൺ ഉണ്ടാവും, നോക്കണം. ഫുൾ മാർക്ക് എന്തായാലും നമുക്ക് കിട്ടും. ഒരു ലൈക്ക് തന്നോളി. ഓക്കെ, റെഡി. അടുത്ത വീഡിയോ കാണാം. ബൈ.